എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഷിക്കമൊരു അവൻ വളരെ ബാഡ് ആയിട്ടുള്ള കുറെ സ്വപ്നങ്ങളൊക്കെ കാണുകയാണ്. ആസുമ സെൻസായി മരിച്ചത്, ഫോർത്ത് നിഞ്ചാവാറ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ട് പിന്നെ ഒരുപാട് ടെൻഷനായി ഇപ്പൊ ഞെട്ടി എഴുന്നേക്കും. എഴുന്നേറ്റ് ഷിക്കമൊരുവിന് ഇപ്പോ ശ്വാസം കിട്ടില്ല. അവൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ ശ്വാസം വലിച്ചുവിടും. അപ്പൊ റോ അവന്റെ അടുത്തേക്ക് വന്ന് ഷിക്കമൊരുവിനോട് ചോദിക്കും, എന്തുപറ്റി, എന്താ ഉണ്ടായേ, നിങ്ങൾ എന്തിനാ ഒച്ച വെച്ചേ? ഷിക്കമൊരു പറയും, ഞാനൊരു ബാഡ് ആയിട്ടുള്ള സ്വപ്നം കണ്ടു. അത് കേട്ട് റോ അവനും ഷോക്കായി ഷിക്കമൊരുവിനെ നോക്കും. ഷിക്കമൊരു ചോദിക്കും, എന്തുപറ്റി, നീയും അതുപോലെ എന്തെങ്കിലും കണ്ടോ? അവൻ തലയാട്ടും. ഷിക്കമൊരു ചുറ്റും നോക്കും. ഇവിടെ നമ്മൾ വന്നതിന് ശേഷം ഒരു കാറ്റ് പോലും അടിച്ചിട്ടില്ല. വളരെ ബാഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്, നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ സുന്ദരി പെണ്ണ്, അവളാണെങ്കിൽ അവളുടെ ചക്ര പവർ മുഴുവൻ സ്റ്റോപ്പ് ചെയ്ത് മരിച്ചതായിട്ട് അഭിനയിച്ച് കിടക്കുകയാണ്. അവൾ ഓൾറെഡി ആ കാര്യങ്ങള് ഷിക്കമൊരുവിനോടും റോയോടും ഷെയർ ചെയ്തതാണ്. കട്ട് ചെയ്ത നമ്മുടെ സുന്ദരി പെണ്ണിന്റെ ബോഡി അതാ സൈലന്റ് വില്ലേജുകാര് എവിടേക്കോ കാര്യമായിട്ട് വലിച്ചോണ്ട് പോവാണ്. അവര് പരസ്പരം പറയും, ഓ ഇവള് വന്ന നെക്സ്റ്റ് ഡേ തന്നെ മരണപ്പെട്ടു, ഇവള് ഭയങ്കര അൺലക്കി ആണെന്ന് പറഞ്ഞ് ഒരുപാട് മരിച്ച ഡെഡ് ബോഡികളുടെ കൂടെ അവളുടെ ബോഡിയും വലിച്ചെറിയും. കട്ട് ചെയ്ത ഇവിടെ റോ അവൻ ഷിക്കമൊരുവിനോട് പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൾ സേഫ് ആയിരിക്കും, അവളെ കൊണ്ട് അവളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ കഴിയും. ഷിക്കമൊരു ഉടനെ ഗംഗോയെ കുറിച്ചുള്ള ഒരു ബുക്ക് എടുത്ത് റോയ്ക്ക് കൊടുക്കും. ആ ബുക്ക് കിട്ടിയതും ഇപ്പൊ കാര്യമായി വായിക്കാനായിട്ട് ആരംഭിക്കും. ഉടനെ ആ റോ അവൻ ഷോക്കായിട്ട് പറയും, മാസ്റ്റർ ഈ ബുക്കില് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിന് ഷിക്കമൊരു ചിരിക്കും, അതെ ആ ബുക്കിലെന്നല്ല എവിടെയും അവനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും ഇല്ല. അപ്പറോ അതിന്റെ ഏറ്റവും അവസാനമായി ഒരു ഫോട്ടോ കാണും. ആ ഫോട്ടോയും ഇൻകംപ്ലീറ്റഡ് ആണെന്ന് പറഞ്ഞ് അവൻ ആ ബുക്ക് എടുത്ത് ഇപ്പൊ തീയിലേക്ക് വലിച്ചെറിയും. അടുത്ത സെക്കൻഡ് ആരും അവിടേക്ക് നടന്നു വരുന്നതായിട്ട് അവർക്ക് തോന്നും. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ സുന്ദരി പെണ്ണ്. അവളെ കാണുമ്പോ തന്നെ റോ ചോദിക്കും, എന്തു പറ്റി, മരിച്ച നീ ഇത്രയും പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റോ? പക്ഷെ അവളാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ താഴെ ഇരിക്കും. ഷിക്കമൊരു അവൾക്ക് കുടിക്കാൻ ഒരു കപ്പ് ടീ കൊടുക്കും. അവൻ പറയും, ഇനി ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, നീ മരിച്ചു പോയതുകൊണ്ട് തന്നെ ആരും നിന്നെ ഇനി അന്വേഷിക്കില്ല. ആ വില്ലേജിലൂടെ നിനക്കിനി ഇഷ്ടാനുസരണം വിഹരിച്ച് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും. ആട്ടെ, ഗോകുവിനെ കുറിച്ച് എന്തെങ്കിലും ചെറിയൊരു ഇൻഫർമേഷൻ എങ്കിലും നിന്നെ കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞോ? അവള് പറയും, ഇല്ല, ഗംഗോയെ കുറിച്ച് കാസ്റ്റിലുള്ള ആർക്കും അറിയില്ല. പക്ഷെ ഒന്നറിയാം, ട്യൂഷു കാസ്റ്റിലുള്ളവർക്ക് ഗംഗോയെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ ഫ്യൂഷു കാസ്റ്റിലാണ് ഒരുപാട് പ്രിസണേഴ്സിനെയൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ആ ഗ്രാമത്തിന്റെ ഒത്ത നടുക്കായിട്ടാണ് ആ ഒരു കാസ്റ്റിൽ നിലനിൽക്കുന്നത്. ഓക്കെ, ചായയെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? അതിനവൾ വീണ്ടും തല താഴ്ത്തി ഇല്ല എന്ന് പറയും. അതിനുശേഷം അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ ഇപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. മിക്കവരുവിനാണെങ്കിൽ അവിടെ ഉണ്ടാക്കിയ ഫുഡ് അതൊന്നും തീരെ ഇഷ്ടാവില്ല. അതിനാ കടക്കാരൻ പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കഴിച്ചിട്ട് പോവാം. ആ ഗംഗോ അവൻ വരുന്നതിന് മുൻപ് വരെ ഇവിടുത്തെ ഫുഡും അവസ്ഥയൊക്കെ വളരെ മോശമായിരുന്നു. ഇപ്പോഴാണ് ഇത്രയെങ്കിലും എല്ലാം ബെറ്ററായി മാറിയത്. അതിനുശേഷം ഗംഗോയാണ് ഇവിടെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിക്കോരു റോയു ആണെങ്കിൽ ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ അവനോട് ചോദിക്കാൻ തുടങ്ങും. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് മറ്റൊരു ഷിനോബി അവരെ തന്നെ നോക്കുന്നതായിട്ട് ഇപ്പൊ റോ കാണും. റോ ടെൻഷനായിട്ട് ഇപ്പൊ ഷിക്കമരുവിനോട് പറയും, ആക്ച്വലി നമ്മളെ നോക്കിയ ആ ഒരു ഷിനോബി അവനും അൻപു ബ്ലാക്ക് ഓപ്സിലെ ഒരു പഴയ മെമ്പറാണ്. അവൻ മരിച്ചുപോയി എന്നാണ് എല്ലാവരും ഇത്രയും നാളും വിശ്വസിച്ചിരുന്നത്. പക്ഷെ അവൻ ജീവനോടുകൂടെ ഇവിടെയുണ്ട്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ആ ഒരു ഷിനോബി അവൻ അങ്ങനെ നടന്നു പോവാണ്. കുറച്ചു ദൂരം മുൻപോട്ട് നടക്കുമ്പോൾ തന്നെ അവന്റെ തൊട്ടു മുൻപിലേക്ക് സാക്ഷാൽ ഷിക്കമരു അവന്റെ മുൻപിലേക്ക് വരും. അവന്റെ പുറകിലായി റോയും. ആ അടുത്ത നിമിഷം റോയും ഷിക്കമരുവും ചേർന്ന് അവനെ തല്ലിച്ചതച്ച് ഒരു മൂലക്കിടും. സത്യം പറ, നീ ലീഫ് വില്ലേജിലെ അൻപു ബ്ലാക്ക് ഓപ്സിലെ ഒരു മെമ്പർ ആയിരുന്നില്ലേ? അവൻ പറയും, അയ്യോ ഇല്ല ഇല്ല, ഞാൻ ലീഫ് വില്ലേജിലെ മെമ്പറൊന്നും അല്ല. ഷിക്കമരു ഫുൾ കലിപ്പില് ഇപ്പൊ അവന്റെ ഷാഡോ ജിപ്സ് ഉപയോഗിച്ച് ആ ഷിനോബിയുടെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങും. ഷിക്കമരു അടിച്ചു പറയും, എനിക്കുറപ്പാണ് നീ അൻപു ബ്ലാക്ക് ഓപ്സിലെ മെമ്പർ തന്നെ. സത്യം പറ, ആ ഗംഗോ അവനിപ്പോ എവിടെയുണ്ട്? അവന്റെ കഴുത്ത് ഞെരിഞ്ഞ് അവൻ വേദനയിൽ നിലവിളിക്കും. അത് കണ്ട് ഷിക്കമരു പതിയെ അവനെ റിലീസ് ചെയ്യും. അവനിപ്പോ തല കുനിച്ച് താഴേക്കിരിക്കും. ഒരുപാട് കാലം ഒരു ഫ്യൂഡൽ നാടാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഗംഗോ അവൻ ഇവിടേക്ക് എത്തി. അതിനുശേഷം രാജ്യത്തിന്റെ ഭരണം അവൻ ഏറ്റെടുത്തു. റോ ചോദിക്കും, ലീഫ് വില്ലേജിലെ സായി അവനിപ്പോ എവിടെയുണ്ട്? അവനെക്കുറിച്ച് എന്തെങ്കിലും നിനക്കറിയോ? അത് കേട്ടവൻ തല ഉയർത്തും. അവൻ റോയോട് ചോദിക്കും,
നീ അൻപ് ബ്ലാക്ക് ഓപ്സിലെ റോ അല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ അവന്റെ ദേഹത്തേക്ക് ചാടി കയറി അവൻ റോയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കും. അത് കണ്ട് ആ ചുന്ദരി പെണ്ണ് അവളിപ്പോ അവളുടെ പവർ ഉപയോഗിച്ച് അവന്റെ പ്രഷർ പോയിന്റില് ഒരു അടി, ആ ഒരു അടിയില് അവൻ കറങ്ങി അടിച്ച് താഴെ വീഴും. കട്ട് ചെയ്ത ഇപ്പൊ ഒരു ഇല്യൂഷൻ കാണിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് ഡെഡ് ബോഡി. അതിന്റെ ഒത്ത നടുക്ക് റോ അവൻ കണ്ണ് തുറന്നു കിടക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റിലെ റോ ഇപ്പോ ഷിക്കമരുവിനോടും ചുന്ദരി പെണ്ണിനോടും പറയും, ഞാൻ ഒരുപാട് നാളായി മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അത് വീണ്ടും വീണ്ടും എന്റെ മനസ്സിലേക്ക് വരികയാണ്. ഇത് ഞാൻ ഗനീനായിരുന്നപ്പോ സംഭവിച്ചതാണ്. പണ്ട്, വളരെ പണ്ട് ഞാനൊരു ഗനീനായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ടീം ശത്രുക്കളുടെ വലിയൊരു കൂട്ടം വളഞ്ഞു. അവരെല്ലാവരെയും കൊന്നു തള്ളി. പക്ഷെ ഞാൻ മാത്രം എന്റെ ചക്ര പവർ കൺട്രോൾ ചെയ്ത് മരിച്ചതുപോലെ അഭിനയിച്ച് ആ ഡെഡ് ബോഡികൾക്കിടയിൽ കിടന്നു. അത് കേട്ട് ഷിക്കമരു പറയും, നീ പറഞ്ഞതുപോലെ തന്നെ എനിക്കും ഇത്തരത്തില് ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവർ പരസ്പരം ഓരോരോ കാര്യങ്ങളായിട്ട് പറയുമ്പോഴായിരിക്കും ദൂരത്തായി എന്തോ ചില കാര്യങ്ങൾ നടക്കുന്നതായിട്ട് അവർ ശ്രദ്ധിക്കുക. ഉടനെ ചുന്ദരിപ്പെണ്ണ് പറയും, സൈലന്റ് വില്ലേജിലെ 2 യൂണിഫോം കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അവിടേക്ക് കയറി പറ്റാം. അടുത്ത നിമിഷം ആരും അറിയാതെ അവിടെയുള്ള 2 ഷിനോബികളെ കൂടെ നമ്മുടെ ആൾക്കാർ പിടിച്ചുകൊണ്ട് വരും. അവരെ 2 പേരെയും തല്ലി തകർത്ത് അവരുടെ യൂണിഫോം ഇട്ട് നമ്മുടെ 3 ആൾക്കാരും ഒരു വിധത്തില് ഇപ്പൊ ആ വില്ലേജിലേക്ക് കയറി പറ്റും. റോ പറയും, നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഈ ഡ്രസ്സ് എടുത്ത അവരുടെ അതേ ചക്ര പവറാണ് ഇപ്പൊ നമ്മുടെ ബോഡിയിലും ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏതോ ഒരുത്തൻ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് ഓടിയെത്തും. അവൾ ഷിക്കമരുവിനോട് പറയും, നിങ്ങളോടൊക്കെ എത്ര തവണ പറഞ്ഞു യൂണിഫോം അത് കറക്റ്റ് ആയിട്ട് ഇടണമെന്ന്, യൂണിഫോം അത് പെർഫെക്റ്റ് ആയിട്ട് ഇടണമെന്ന്, എന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ മെസ്സി ആയിട്ടാണോ ഇടുന്നേ? ലോർഡ് ഗംഗോയ്ക്ക് ഇതൊന്നും തീരെ ഇഷ്ടമല്ലാന്ന് അറിയില്ലെന്ന് പറഞ്ഞ് അവനിപ്പോ ആ യൂണിഫോം കറക്റ്റ് ചെയ്യും. ഉടനെ ഷിക്കമരു അവൻ പറയും, ഇതാണ് കറക്റ്റ് ടൈം, ഇത്തവണ ഗംഗോ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നമ്മുടെ 3 ആൾക്കാരും ഒരു ടവറിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം അവിടെ ഒളിഞ്ഞിരുന്ന് അവിടേക്ക് ഗംഗോ വരുന്നുണ്ടോ എന്നവർ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഷിക്കമരു ചുന്ദരി പെണ്ണിനോട് പറയും, നീ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കണം. ആ ഗംഗോ അവൻ ഏതെങ്കിലും വഴിയിലൂടെ ആയിരിക്കും എൻ്റർ ആവുക. കറക്റ്റ് സമയത്ത് അവനെ നോട്ട് ചെയ്യണം. അങ്ങനെ അവന് വേണ്ടി കാത്തിരുന്ന് ഇപ്പൊ സമയം രാത്രിയാവും. ഉണ്ടായിരുന്ന റോക്ക് നിഞ്ചകൾ എല്ലാവരും ഇപ്പൊ ഒരു സ്റ്റേജിനെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഗംഗോ അവൻ ആ സ്റ്റേജിലേക്ക് വരിക. ഗംഗോ അവരോട് പറയും, എല്ലാവരും എനിക്ക് വേണ്ടി കാത്തിരുന്നതില് ഒരുപാട് സന്തോഷം. നമ്മൾ ആഗ്രഹിച്ച നമ്മുടേതായ ലോകം അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളെല്ലാവരും അതിനുവേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ആള് ഗംഭീരമായിട്ട് പ്രസംഗിക്കാനായിട്ട് ആരംഭിക്കും. അപ്പൊ അതേസമയം ആ ഷിനോബികൾക്കിടയിൽ നമ്മുടെ ആൾക്കാര് ഷിക്കമരു പറയും, ഷാഡോ സ്ട്രെച്ചിങ് പവർ അത് ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈ ഗംഗോയെ അവനെ ലോക്ക് ചെയ്തേ പറ്റൂ. ഷിക്കമരും ടീമും ഇപ്പൊ അവന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴായിരിക്കും അവൻ മറ്റൊരു കാര്യം നിലവിളിച്ച് പറയാ, നമ്മളുടെ ഇത്രയും നാളത്തെ പ്ലാൻ അത് നശിപ്പിക്കാൻ വന്ന ഒരാളെ ഞാൻ കയ്യോടെ പിടിച്ചു, അവൻ ആരാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേന്ന് പറഞ്ഞ് ഒരു വലിയ കർട്ടൻ ഇപ്പൊ വലിച്ചു താഴേക്കിടും. അതിന്റെ തൊട്ടു പിന്നിലായി സാക്ഷാൽ സായി. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവനെ കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. ഗംഗോ ചോദിക്കും, ഇവനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്, ഇവന്റെ വിധി അത് നിങ്ങൾ എഴുത്. ഉടനെ ആ ഷിനോബികള് അവര് വിളിച്ചു പോവും, നമ്മുടെ വില്ലേജിന് വേണ്ടി, നമ്മുടെ പുതിയ പ്ലാനിന് വേണ്ടി അവനെ സാക്രിഫൈസ് ചെയ്യേ. അത് കേട്ട് ഗംഗോ അവനും ഡബിൾ ഹാപ്പി ആവും. നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാൻ ഇവനെ നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ പോവാണ്. റോയും ഷിക്കമരും അവർ 2 പേരും ഇപ്പൊ ടെൻഷനാവും. അവർ പരസ്പരം പറയും, എങ്ങനെയെങ്കിലും സായി രക്ഷിക്കണം, നമുക്കവരെ ഇതുപയോഗിച്ച് ഡൈവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ പേപ്പർ ബോംബുകൾ ഓരോ സ്ഥലത്ത് പതിപ്പിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ ഗംഗോ ആണെങ്കിൽ അവന്റെ സ്പീച്ചിലൂടെ എല്ലാവരെയും മയക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ നമ്മുടെ ചുന്ദരി പെണ്ണും ഷിക്കമരുവും എല്ലാവരും വീണു പോവും. ഷിക്കമരു എങ്ങനെയൊക്കെയോ അവന്റെ യഥാർത്ഥ ബോധം കൈവരിക്കും. അതിനുശേഷം റോയുടെ മുഖത്ത് ആഞ്ഞടിക്കും. ഷിക്കമരു റോയോട് പറയും, ഒരു കാരണവശാലും അവൻ പറയുന്നത് ശ്രദ്ധിക്കരുത്, നമ്മുടെ മുൻപിൽ സമയമില്ല, എത്രയും പെട്ടെന്ന് ഈ പേപ്പർ ബോംബുകൾ അത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യേ. അടുത്ത സെക്കൻഡ് ആ പേപ്പർ ബോംബുകൾ മുഴുവനായിട്ടും പൊട്ടിത്തെറിക്കാൻ ആരംഭിക്കും. അത് കണ്ട ഗംഗോ അവൻ ചിരിക്കും, ഒടുവിൽ നിങ്ങള് പുറത്തേക്ക് വന്നല്ലേ. എല്ലാവരുടെ ശ്രദ്ധ തെറ്റിയ സമയത്ത് ഇപ്പൊ ഷിക്കമരു അവൻ സായിയുടെ അടുത്തേക്ക് വന്ന് അവന്റെ കെട്ടഴിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. സായി ഇപ്പോ ഷിക്കമരുവിനെ പിടിച്ചു വലിച്ച് അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഷിക്കമരു ആണെങ്കിൽ വിളിച്ചു പറയും, സായി ഇത് ഞാനാണ്, കണ്ണു തുറക്ക്. അപ്പോഴായിരിക്കും സായി പറയാ, ഇത്രയും കാലവും
ഞാൻ ബാഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് ജീവിച്ചത്. ഇപ്പൊ ഞാൻ നല്ലൊരു സ്ഥലത്തേക്ക് എത്തി. എനിക്ക് ലോർഡ് ഗംഗോ ആണ് വലുത്. ഷിക്കമോരുവിന് പിടികിട്ടും ലോർഡ് ഗംഗോ അവൻ സായിയെയും എങ്ങനെയൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്തെന്ന്. ഉടനെ ഗംഗോ അവനിപ്പോ ഷിക്കമരുവിനോട് സംസാരിക്കാൻ തുടങ്ങും. അവൻ സംസാരിക്കും തോറും ഷിക്കമരുവിനും പഴയ ചില ഓർമ്മകള് അവന്റെ മനസ്സിലേക്ക് വരും. ഷിക്കമരു ദേഷ്യപ്പെട്ടു പറയും, നീ എന്തൊക്കെ പറഞ്ഞ് എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നിന്നെ കൊണ്ട് അതിന് കഴിയില്ല. ഷിക്കമരു ഉടനെ ആ കുഞ്ഞിപ്പെണ്ണെ നോക്കി സിഗ്നൽ കാണിക്കും. പക്ഷെ അവളാണെങ്കിൽ ഓൾറെഡി ഗംഗോയുടെ മാനിപ്പുലേഷൻ പവറിൽ പെട്ടുകിടക്കുകയാണ്. അടുത്ത നിമിഷം അവര് റോയെയും ചുന്ദരി പെണ്ണിനെയും ഷിക്കമരുവെയും അവര് 3 പേരെയും ലോക്ക് ചെയ്ത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. ഷിക്കമരുവും പതിയെ പതിയെ അവന്റെ ട്രാപ്പിലേക്ക് വീഴുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.